ശരി, ശ്രീ മുഹമ്മദ് അലി കിനാലു കൂടി ചേരുകയാണ്. AP സമസ്തയുടെ പ്രതിനിധിയാണ് ശ്രീ മുഹമ്മദ് അലി കിനാലു. ശരി, ശ്രീ മുഹമ്മദ് അലി കിനാലു, താങ്കൾക്ക് ആ നിലപാടാണോ ഉള്ളത്? ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന രീതിയിൽ എടുക്കുമോ ജലീൽ പറഞ്ഞ കാര്യങ്ങളെ? ഞാൻ ഇപ്പോ സംസാരം കേൾക്കുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യം, PC ജോർജിന്റെയും കെന്നഡി കരിമ്പിൻകാലയുടെയും ഒക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ട ദുർഗതി KT ജലീലിന് വന്നല്ലോ എന്നാണ്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ സന്ദർഭം പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ കത്തിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ പരിവാരവും അതേപോലെ കാസയും ഒക്കെ അതിതീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് KT ജലീൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ആ പ്രസ്താവനയുടെ അനന്തരഫലം എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. PC ജോർജും കെന്നഡി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹവും PC ജോർജും ഒരേ നാവിലാണോ സംസാരിക്കുന്നത് എന്ന ചോദ്യമാണെങ്കിൽ അല്ല എന്നാണ് എന്റെ വ്യക്തമായ ഉത്തരം. PC ജോർജ് കടുത്ത വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുതാപരമായ നിലപാട് പ്രഖ്യാപിക്കുകയും അതിന്റെ പേരിൽ നിരന്തരമായ കേസുകൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോട് KT ജലീലിനെ താരതമ്യപ്പെടുത്തുന്നതിൽ ന്യായമായി തന്നെ നിയമപരമായി തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി KT ജലീൽ പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക എന്താണ്? അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു, അവർ മദ്രസയിൽ പോയ ആളുകളാണ് പലരും പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അങ്ങനെയാണോ? കേരളത്തിൽ എന്നല്ല ലോകത്താകമാനം കുറ്റകൃത്യങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് കോവിഡിന് ശേഷമുള്ള ചില പഠനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ഈ സൈബർ മേഖലയിലേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതിന് ശേഷം വലിയ തോതിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. അതെല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലും സ്വാഭാവികമായി അതിന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നതും ഏതെങ്കിലും ക്രൈമുകളെ കുറ്റകൃത്യങ്ങളെ മതവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ പുതിയ ഛിദ്രതയ്ക്ക് കാരണമാകും എന്ന ആശങ്ക കൂടിയാണ് പങ്കുവെക്കുന്നത്. ഇനി KT ജലീൽ പറഞ്ഞതുപോലെ മദ്രസയിൽ പോയ ആളുകളാണോ ഇതിൽ മുഴുവൻ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നത്? അതിനെന്ത് രേഖയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? അദ്ദേഹത്തിന്റെ പത്ര റിപ്പോർട്ടുകളാണ് അതിന് ആധാരമാക്കുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ താങ്കൾ തുടക്കത്തിൽ നടത്തിയ വിമർശനം അതാണല്ലോ ഇപ്പോൾ കെന്നഡി കരിമ്പിൻകാലയുടെയും PC ജോർജിന്റെയും ഒക്കെ അഭിനന്ദനം KT ജലീലിന് കിട്ടുമ്പോൾ ആ ഒരു ദുർഗതി ജലീലിന് ഉണ്ടായല്ലോ എന്ന് താങ്കൾ പരിതപിക്കുകയുണ്ടായി. അതിന് ജലീൽ നേരത്തെ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് സംഘികളും ക്രിസംഘികളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതായത് സംഘപരിവാറിനെതിരെയും കാസയ്ക്കെതിരെയും താങ്കൾ പറഞ്ഞുവല്ലോ. ഇവർ പടച്ചുണ്ടാക്കുന്ന നുണകളെക്കുറിച്ച് പറയുകയും ചെയ്തു. അത് ജലീൽ തന്നെ പറയുന്നു. ഇവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ ഇത് ആയുധമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ വേണ്ടാധീനങ്ങൾ അത് നമ്മൾ പറയാതിരിക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനെ ആ രീതിയിൽ കാണാവുന്നതല്ലേ? ശരി, ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം നോക്കിയ പത്രത്തിലെ ഏകദേശം 200ഓളം വാർത്തകൾ അദ്ദേഹം പരിശോധിച്ചു. അതിൽ മുസ്ലിങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായി ഒരു പ്രദേശത്ത് വരുന്ന ഇപ്പൊ പത്രങ്ങൾക്കൊക്കെ വിവിധ എഡിഷനുകളുണ്ട്. മലപ്പുറത്തെത്തുന്ന പത്രമല്ല കോഴിക്കോട്ടുള്ളത്, കോഴിക്കോട്ടെ പത്രമല്ല തൃശ്ശൂരിലോ അല്ലെങ്കിൽ എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ ചെല്ലുന്നത്. അതുകൊണ്ട് അദ്ദേഹം നോക്കിയ പത്രങ്ങളിൽ ഒരു പക്ഷേ ജനസംഖ്യാനുപാതികമായി മേൽക്കൈയുള്ള ഒരു പ്രദേശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. അതേ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ തീർച്ചയായും മദ്രസകളിൽ പോയ ആളുകളാണ്. മതവിദ്യാഭ്യാസം ലഭിച്ചിട്ടും അവർ നന്നാകുന്നില്ല എന്നല്ല ചിന്തിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ ആയിരക്കണക്കായ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ധാരാളം വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളിൽ എത്ര ശതമാനത്തെയാണ് അദ്ദേഹം ഈ പറയുന്ന കുറ്റവാളികളായി കണ്ടിട്ടുള്ളത്? ഞാൻ വിചാരിക്കുന്നത് ന്യൂനപക്ഷമായ അതിസൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ആളുകളായിരിക്കാം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുന്നത്. എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ശ്രീ മുഹമ്മദ് അലി കിനാലു. മറ്റ് സമുദായങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ വാദം നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നോക്കിയ പത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിധി തീർപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് മറ്റു പ്രദേശങ്ങളിലും ഞാനൊരു പത്രത്തിന്റെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ മറ്റു പല ജില്ലകളുടെയും
എഡിഷനുകളുടെയും ഒക്കെ പേജുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോ പ്രദേശത്തിന്റെയും സ്വഭാവം അനുസരിച്ചിട്ട് ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്ത, ഞാൻ 10ഓളം സമീപ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ സംഭവിച്ച വാർത്തകൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് പറയാത്തത് ഒരു മതവൽക്കരണം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹം പരിശോധിച്ചിടത്ത് അത്തരം പ്രശ്നങ്ങൾ കണ്ടിരിക്കാം. പക്ഷെ അതിനർത്ഥം ഈ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഇൻഎഫക്റ്റീവ് ആണ്, അദ്ദേഹം അത് വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നല്ല. ശ്രീജിത്ത് പണിക്കർ തുടക്കത്തിൽ അങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്ന ലക്ഷക്കണക്കായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നിർണ്ണയിച്ചതിൽ മദ്രസകൾക്ക് വലിയ പങ്കുണ്ട്. KT ജലീൽ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങൾ നിർണ്ണയിച്ചതിൽ മദ്രസകൾക്ക് പങ്ക് ഉണ്ടാകും. അതേ സമയത്ത് നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ധാർമ്മികമായ ജീവിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. എന്നിട്ടും ആളുകൾ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതിനോട് സാമൂഹിക പ്രശ്നമായും നിയമപ്രശ്നമായും കാണുന്നതിന് പകരം മതവൽക്കരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ, ഇതിനോട് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ചെറു ന്യൂനപക്ഷമാണ് എന്ന് വിചാരിക്കുക, അതീവ സൂക്ഷ്മമായ ചെറു ന്യൂനപക്ഷമാണെങ്കിൽ പോലും സമുദായത്തിനകത്ത് നിന്ന് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണല്ലോ ആത്മവിമർശനം എന്ന് പറയുന്നത്. വർഗീയത എന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം അതേ സമുദായത്തിൽപ്പെട്ടയാളാണ്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. അദ്ദേഹം പറയുന്ന ഈ സംഭവത്തിൽപ്പെട്ട ആളുകളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്, എന്നിട്ടും അത് ഫലവത്താകുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട് എന്നാണ്. ഞാൻ പറയുന്നത് എല്ലാ സമുദായങ്ങളിലും ഓരോ വർഷത്തിനും അനുസരിച്ചിട്ടുകൊണ്ട് കുറ്റവാളികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ട്. എല്ലാ സമുദായങ്ങളും അതേക്കുറിച്ച് ആത്മപരിശോധന നടത്തട്ടെ. മുസ്ലിം സമുദായം അങ്ങനെ നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു, നമ്മള് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സംഘികൾക്കോ കൃസംഘികൾക്കോ വടി കൊടുക്കുന്നു എന്നൊരു പ്രശ്നത്തെ നമ്മൾ കാണാതിരിക്കുകയും ചെയ്യരുത്. PC ജോർജിനെ പോലെ ഒരാൾ അതീവമായ വർഗീയ ചിന്താഗതി പുലർത്തുന്ന, വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ അന്തരീക്ഷത്തിൽ തന്റെ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടുകളിൽ തന്നെയാണ് KT ജലീൽ ഈ കാര്യം പറയുന്നത്. അത് ആരെയാണ് സഹായിക്കുക എന്നത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ചിന്തിക്കട്ടെ. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു, KT ജലീലുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി. അദ്ദേഹത്തിന്റെ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം താമസിക്കുന്ന വളാഞ്ചേരിയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന എത്ര മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എത്ര മുസ്ലിമേതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു വിഷയം പറയുന്ന സമയത്ത് സ്വന്തം നാടും ചുറ്റുവട്ടെങ്കിലും പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് സൂചിപ്പിക്കുക.